പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാദവാർഷിക പരീക്ഷ 3ാം ക്ലാസ് തജ്വീദ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എത്ര പാഠങ്ങൾ പഠിക്കണം എന്നീ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ്. വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം നടന്ന തജ്വീദിന്റെ പാദവാർഷിക പരീക്ഷയുടെ പേപ്പർ ഉത്തരസഹിതം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ മദ്രസയുമായി ബന്ധപ്പെട്ട നബിദിനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യമേ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും വിട്ടുപോകരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമുക്കിനി ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നതാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം തൊണ്ടയുടെ താഴെ അറ്റം, തൊണ്ടയുടെ മുകൾ അറ്റം, തൊണ്ടയുടെ മദ്യം, മണിക്കൽ, ശബ്ദരീതി, ശബ്ദം നേർപ്പിക്കൽ, ഇതൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത്. താഴെ 6 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ ചോദ്യം. അഖ്സൽ ഹൽക്ക്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തൊണ്ട എന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന അക്സ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമുക്കറിയേണ്ടത്. അക്സൽ ഹൽക്ക് എന്ന് ഒന്നായി പറയുമ്പോൾ തൊണ്ടയുടെ താഴെ അറ്റം എന്നതാണ്. രണ്ടാമത്തത് നോക്കൂ, വസ്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യം. മൂന്നാമത്തത് അദ്നൽ ഹൽക്ക്, തൊണ്ടയുടെ മുകൾ അറ്റം. നാലാമത് ചോദിച്ചിട്ടുള്ളത് തർക്കീക്ക്, ശബ്ദം നേർപ്പിക്കൽ. അഞ്ചാമത്തത് ഉന്നത്ത്, മണിക്കൽ. ആറാമത്തത് സിഫാത്ത്, ശബ്ദരീതി. ഇങ്ങനെ 6 ചോദ്യങ്ങൾക്ക് യോജിപ്പിച്ചതായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, തജ്വീദിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ പാഠഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അറബി വേർഡുകളും പാഠവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഉൾപ്പെടുന്ന അർത്ഥവിശാലമായ വേർഡുകളുമാണിത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചില്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ താഴെ ഉദാഹരണങ്ങളിലെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയുമായി ബന്ധപ്പെട്ട് വരുന്ന അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് അലാ സുറുറിം മുതഖാബിലീൻ എന്നുള്ളതാണ്. ഇതിൽ ഹൽക്കിൻ്റെ അക്ഷരം ഏതാണ്? ഐനാണ്. രണ്ടാമത്തത് യൻഹിതൂന മിനൽ ജിബാലി, അവിടെ ഹ ആണ്. യൻഹി എന്നുള്ളതിലെ ഹ ഹൽക്കിൻ്റെ അക്ഷരമാണ്. മൂന്നാമത്തത് അലം തറ കൈഫ, അതിലെ തുടക്കത്തിലെ അംസ് ഹൽക്കിൻ്റെ അക്ഷരമാണ്. നാലാമത്തത് വല്ലാഹു ഖബീറുൻ, അവിടെ 2 ഹൽക്കിൻ്റെ അക്ഷരമുണ്ട്. ഹ ഉണ്ട്, അതേ പ്രകാരം തന്നെ ഖാഉം ഉണ്ട്. അഞ്ചാമത്തത് ഹത്ത മത്ലഇൽ ഫജ്ർ, ഈ വാക്കിലും 2 ഹൽക്കിൻ്റെ അക്ഷരങ്ങളുണ്ട്. ഹ ഉണ്ട്, ഹത്ത എന്നുള്ളതിലെ ഹാവും അതേ പ്രകാരം തന്നെ മത്ലഇ എന്നുള്ളതിലെ ഐനും ഹൽക്കിൻ്റെ അക്ഷരമാണ്. ആറാമത്തത് മാ നബഗി എന്നുള്ളതിലെ ഐന്, മാ നബഗി എന്നുള്ളതിലെ ഐന് ഹൽക്കിൻ്റെ അക്ഷരമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങൾ പ്രധാനമാണ്. പരീക്ഷയ്ക്ക് ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹൽക്കിൻ്റെ അക്ഷരം അറിയാത്ത, ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങൾ അറിയാത്ത ഒരാളും ഉണ്ടാവരുത്. വളരെ പ്രധാനമാണത്. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് കോളങ്ങൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ കള്ളികൾക്ക് മെയിൻ ഹെഡിങ് ആയി കൊടുത്തിട്ടുള്ളത് സ്ഥലങ്ങൾ എന്നും കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് മഖ്റജുകൾ എന്നും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഹൽക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് പൂരിപ്പിക്കാൻ ഒഴിഞ്ഞ കള്ളി കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് എഴുതണം? ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട. തൊണ്ടയിൽ നിന്ന് മഖ്റജുകൾ, തൊണ്ടയിൽ നിന്ന് എത്ര മഖ്റജ് വരുന്നുണ്ട്? 3 മഖ്റജ്. താഴെ തൊണ്ട, മധ്യതൊണ്ട, മേലെ തൊണ്ട, ഇങ്ങനെ 3 വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ, മഖ്റജുകൾ ഏതിലുണ്ട്? ഹൽക്കിനിക്ക് ഉണ്ട്. രണ്ടാമത്തത് ലിസാന് അഥവാ നാവ്. നാവിൽ നിന്ന് മഖ്റജുകൾ എത്രയാണ്? 10 മഖ്റജുകൾ, അക്ഷരങ്ങൾ വിവിധ രൂപങ്ങളിലായി 10 രൂപത്തിലായി മഖ്റജുകളിലായി പുറപ്പെടുന്നുണ്ട്.
മൂന്നാമത്തത് ഷഫത്താനി, രണ്ട് ചുണ്ടുകൾ. രണ്ട് ചുണ്ടുകളിൽ നിന്നായി എത്ര മഖ്റജ് വരുന്നുണ്ട്? 2 മഖ്റജ് വരുന്നുണ്ട്. അതേപോലെ നാലാമത്തത് ഹൈഷൂമ്, തരിമൂക്ക്. തരിമൂക്കിൽ നിന്ന് വരുന്ന മഖ്റജ് 1 ഉള്ളൂ. അഞ്ചാമത്തത് ജൗഫ്, വായയുടെ ഉൾഭാഗം. അതിൽ നിന്ന് മഖ്റജ് വരുന്നത് 1 മഖ്റജാണ് വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്നത്. ഇതും വളരെ പ്രധാനമാണ്. നമുക്കറിയാം പാദവാർഷിക പരീക്ഷയ്ക്ക് തജ്വീദിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ വളരെ കുറവാണ്. ഇതൊക്കെ ആ പാഠഭാഗങ്ങളിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്. അതിൽ 3 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? അതിന് ആൻസർ, ഖുർആൻ ഓതുന്നതിനു ചില പ്രത്യേക നിയമങ്ങളും പ്രത്യേക ശൈലിയുമുണ്ട്. അവ പാലിക്കാതെയുള്ള പാരായണം അത് കുറ്റകരമാണ്. രണ്ടാമത്, ഖുർആൻ പഠിക്കണം എങ്ങനെ? ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അതല്ലാതെ ഒറ്റ മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ അല്ല. 23 വർഷം കൊണ്ടാണ് ഖുർആൻ പൂർണ്ണമായും ഇറക്കപ്പെട്ടത്. ഈ 3 ചോദ്യങ്ങളും തജ്വീദിലെ പ്രധാന ഭാഗങ്ങളിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മറന്നുപോകരുത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഖുർആനിന്റെ പ്രത്യേകതകൾ 2 എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2 ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, 4 എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് കൂടുതൽ ഓർമ്മ വന്നാൽ ഉപയോഗപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാന മുഅ്ജിസത്താണ് ഖുർആൻ. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിതാബ് എല്ലാ കാലത്തും അനുയോജ്യമാണ്. മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ എക്കാലത്തേക്കുമുള്ളതാണ്. 10 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ നബിയുടെ കാലത്തേക്ക് മാത്രമോ അല്ല. ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നത് വരെ അനുയോജ്യമായ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ രൂപത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ പരിചയപ്പെടുന്നതിലൂടെ തജ്വീദിൻ്റെ ചോദ്യം എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് നല്ല ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പാദവാർഷിക പരീക്ഷയുടെ തജ്വീദിൻ്റെ ചോദ്യപേപ്പർ കൂടെ നമുക്ക് കാണാം. അതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി നല്ല രൂപത്തിൽ പഠിക്കുക. തജ്വീദിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ 5 5 നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 2 പാഠങ്ങൾ 4ഉം 5ഉം അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പറയപ്പെട്ട രൂപത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും മഖ്റജുകളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക്, മദ്രസ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി പിന്നീട് കാണാം.